ഞാൻ ശരിക്കും കുറേ നാളായിട്ടൊരു സാധനം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിരിക്കുവാണേ. വലിയ സാധനമൊന്നുമല്ല. ഈ ബട്ടറൊക്കെ എടുക്കുന്ന കാണുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലേ. ഒരു മൂവി ടൈമിന് ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ വിചാരിച്ചു എന്നാൽ ഇതും കൂടെ ഉണ്ടാക്കാമെന്ന്. ഇത് ഞാൻ ശരിക്കും പല വീഡിയോസിലും കണ്ടിട്ടുണ്ടെങ്കിലും എനിക്ക് ഇൻസ്പിറേഷൻ തോന്നുന്നത് നമ്മുടെ കവിതയില്ലേ, അതേ എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിക്കാരത്തെ വീഡിയോ കേട്ടോ. വേറൊന്നും അല്ലെന്നേ, നമ്മുടെ പൂൽ മക്കാനയില്ലേ, അത് വെച്ചിട്ട് തന്നെ. സംഭവം സിമ്പിളാണ്. നമുക്ക് ഈ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുമേ. ഇച്ചിരി ബട്ടർ ഇട്ട് കുറച്ച് ഉപ്പ് ഇട്ട് പിന്നെ ഇത് വിട്ട് നന്നായിട്ട് ഇളക്കി ഇത് ഈ ഞെക്കുമ്പോൾ ഇങ്ങനെ പുള്ളിക്കാരത്തേനെ പറയുന്നുണ്ട് ഇങ്ങനെ പൊടിഞ്ഞു വരുന്ന ആ ഒരു പരുവാകുമ്പം നമ്മൾ എടുത്താൽ മതി. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ പോപ്കോണിനേക്കാളൊക്കെ നല്ല എമ്മിയാണ്. നമ്മൾ അടുക്കളയിൽ എന്തെങ്കിലും ഉണ്ടാക്കുന്ന മണം വരുമ്പം ഈ ഒരു സാധനം വരും. ആശാന് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ സാധനമൊക്കെ. പക്ഷേ കൊച്ചിനും ഇഷ്ടപ്പെട്ടു കേട്ടോ. ആദ്യമായിട്ട് കഴിക്കുന്നതാണേ. ഞാനും അതെ ആദ്യമായിട്ടാണ്. ഒന്ന് കഴിച്ചു നോക്കിയ ഉണ്ടാക്കിയതല്ലേ, വിഷമൊന്നുമല്ല. നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. നമ്മൾ ആശിച്ച് മോഹിച്ച് എന്തുകൊണ്ട് എന്നാലും ആ സാധനം കഴിച്ചു പോലും നോക്കുകയല്ലെന്നേ. ജസ്റ്റ് കഴിച്ചില്ലേ കഴിക്കണ്ട. ഞാനും കൊച്ചും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ നന്നായിട്ട് കഴിക്കുന്നുമുണ്ട്. കൊച്ചിന് ഇഷ്ടപ്പെട്ടു. എനിക്കത് മതി. നമ്മൾ ഈ മൂവി ടൈമിനൊക്കെ രാത്രി ഇരിക്കുമ്പോഴേ രസമാണ് കുറച്ചുകൊണ്ടിരിക്കാൻ. കൊച്ചതിനൊരു കവറൊക്കെ ഉണ്ടാക്കി കേട്ടോ, പോപ്കോൺ എന്നൊക്കെ പറഞ്ഞിട്ട്. പാവം ജേഡുവിന് പിന്നെ ഭയങ്കര ക്രിയേറ്റിവിറ്റിയാണ്. എന്തുണ്ടേലും എന്തെങ്കിലുമൊക്കെ പുള്ളി ഉണ്ടാക്കിക്കൊണ്ട്. അങ്ങനെ ബോൾമക്കാനയൊക്കെ ഉണ്ടാക്കിയിട്ട് ഏത് മൂവിക്ക് രാത്രി ഇരുന്നേന്നറിയാവോ? വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഇല്ലേ, എന്താ ഇത് കാണാൻ താമസിച്ചെന്ന് ഞാൻ ചിന്തിക്കുന്നത്. നല്ല അടിപൊളി മൂവിയാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഒത്തിരി നാൾ കൂടി ഇങ്ങനൊരു പടം കാണുന്നത്. അപ്പോൾ ശരി, കണ്ടേച്ച് വരാം.